വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് ഞാൻ ദോശയുടെ 4 വെറൈറ്റി ദോശയുടെ ഫില്ലിങ്ങാണ് കാണിക്കാൻ പോണേ. അതിനേക്കാളും മുമ്പ് ദോശയുടെ ബാറ്ററിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും കൂടി ചെയ്താലേ കംപ്ലീറ്റ് ആവുള്ളൂ വീഡിയോ. അപ്പം ഞങ്ങളുടെ ദോശയുടെ ഗീ റോസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് പറയാൻ പോണേ കേട്ടോ. അതിന് 2 ഗ്ലാസ് പച്ചരി, പിന്നെ ഈ 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കപ്പിലാണെങ്കിൽ 2 കപ്പ് പച്ചരി, ആൻഡ് സെയിം കപ്പിൽ തന്നെ മട്ട റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, സുരേഖ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ആൻഡ് മറ്റേ പൊന്നിയരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തേക്കണേ സുരേഖയാണ്. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ടൈപ്പ് അരി, 3 ടൈപ്പല്ല, അപ്പോൾ പച്ചരി 2 കപ്പ്, മട്ട റൈസ് 1 കപ്പ്, അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു. ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ട റൈസിന് പകരം പൊന്നിയരിയും യൂസ് ചെയ്യാം, നമ്മുടെ സുരേഖ അരിയും യൂസ് ചെയ്യാം. മട്ടരി യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബ്രൗൺ കളറിലിരിക്കും ദോശ. ആൻഡ് പിന്നെ ഈ സെയിം കപ്പിൽ തന്നെ നമ്മൾ അരി മെഷർ ചെയ്ത സെയിം കപ്പിൽ തന്നെ ഉഴുന്നും 1 കപ്പിൽ കുറച്ചും കൂടി മേലെയായിട്ട് എടുക്കണം. അതാണ് ഇത്തിരി കൂടി ടേസ്റ്റ്. പിന്നെ ഉലുവ ഒരു 1.5 ടീസ്പൂൺ. ഉലുവ ഇട്ടാൽ നല്ലൊരു ബ്രൗൺ കളറിൽ നമ്മുടെ ദോശ ഇരിക്കുക. കൂടുതലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് വരും, കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഇത്രയും ഞാൻ തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് 6 മണിക്കൂർ. അരി 3 കപ്പ്, 2 ടൈപ്പ് പച്ചരി, 1 കപ്പ് മട്ട റൈസ്, പിന്നെ 1 കപ്പ് ഉഴുന്ന്, പിന്നെ ഇത് നമ്മുടെ ഉലുവ 1.5 ടീസ്പൂൺ. അതാണ് ഞങ്ങളുടെ ഗീ റോസിൻ്റെ മെഷർമെൻറ്റ്. അരിയും ഉഴുന്നും ഉലുവയും എല്ലാം കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് 6 മണിക്കൂർ. ഇനി അരയ്ക്കാം. ആദ്യം ഉലുവ പതിയെ അരഞ്ഞിട്ട് വേണം ഉഴുന്ന് അരയ്ക്കാനായിട്ട്. ഉഴുന്ന് ഈ സെയിം ഉലുവയുടെ കൂടെ തന്നെ ഇടണേ. ഇത്രയും മതി. ഇനി ഉഴുന്നിടാം. ഉഴുന്നിടുമ്പോൾ വെള്ളം കൂടുതൽ നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചേക്കാണല്ലോ, അപ്പോൾ ആ വെള്ളം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഇടാൻ, കാരണം വെള്ളം കൂടാൻ പാടില്ല. ഉഴുന്ന് എപ്പോഴും നന്നായിട്ട് അരയണം, അതാണ് മെയിൻ തിങ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ചിലവരുടെ ഗ്രൈൻഡർ പെട്ടെന്ന് ചൂടാവും, അപ്പോൾ തണുത്ത വെള്ളം അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി, ഐസ് വാട്ടർ. അപ്പോൾ ഇത് ചൂടാവില്ല, നമ്മുടെ മാവില്ലേ ചൂടാവില്ല. പിന്നെ സൈഡ് എപ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വടിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാ സാധനവും ഒരേപോലെ അരയില്ല. അത് മെയിൻ തിങ്. അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും മടിയൊക്കെ പിടിച്ചിട്ട്, പക്ഷേ അതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാ സ്ഥലവും ഒരേപോലെ അരയില്ല. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്, തണുത്ത വെള്ളം കേട്ടോ, ഒരു 1/4 ഗ്ലാസ്സൊക്കെ. അപ്പോൾ ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. ബട്ട് അരി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി, അത് അത്ര ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട ഗീ റോസ്റ്റർ. അതാണ് മെയിൻ തിങ്. ഒരു മിനിറ്റ് നോക്കട്ടെ, കണ്ട ഉള്ളിൽ കുറച്ച് തരിയും കൂടി ഉണ്ട്, അതും കൂടി നന്നായിട്ട് അരയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് ദോശയ്ക്ക്. ഉഴുന്നിൽ ഷായിദ നമ്മുടെ ഗ്രൈൻഡറൊക്കെ ഓഫ് ചെയ്യാണ്ടാണ് കേട്ടോ ആൾ എടുക്കണേ. അതിന് പോകണ്ട, ഓഫ് ചെയ്തിട്ട് ഞാൻ ആ കല്ലൊക്കെ മാറ്റിയിട്ടാണ് എടുക്കാറുള്ളൂ. ആൾ ഇങ്ങനെയൊക്കെ എടുക്കണേ. ഉഴുന്ന് ആട്ടിയ സെയിം ഇതിൽ തന്നെ, കഴുകൊന്നും വേണ്ട, സെയിം ഇതിൽ തന്നെ മാറ്റിയിട്ട് അരിയിടാം. കല്ലിൽ കൈമുട്ടരുതെന്നല്ലേ? ഇല്ല, അതെനിക്ക് പറ്റുന്നൊന്നുമില്ല, അത് ഇത്തിരി ശ്രദ്ധ വേണം, അതെനിക്കില്ല. കല്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൈ കൊടുക്കുക. കല്ലിൻ്റെ ഓപ്പോസിറ്റാണ് കൈ കൊടുക്കേണ്ടത് അല്ലേ? വേണ്ടാട്ടാ. അപ്പോൾ ആ പരിപാടിക്ക് പോകണ്ടാട്ടാ. ഉഴുന്ന് ഫുള്ള് നമ്മുടെ ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് മാറ്റിയിട്ട് അരി ഇട്ടാൽ മതിയേ. അതെനിക്ക് പേടിയാണ്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് അരി ഇടാം. അരിയുടെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കുക്ക് ചെയ്ത ചോറും ഇടണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും നല്ലൊരു സോഫ്റ്റ്നെസ് വരുള്ളൂ. തട്ട് ദോശയ്ക്കാണെങ്കിൽ, രണ്ടിനും, ഗീ റോസിനാണെങ്കിലും അതെ, തട്ട് ദോശയ്ക്കാണെങ്കിലും അതെ. അപ്പോൾ അതേ അരി ഇട്ടു. ഇനി ചോറ് ഇപ്പോൾ ഏതായാലും ഇട്ടാൽ മതി. ഞങ്ങളിപ്പോൾ ഇവിടെ ഉച്ചക്കത്തെ നമ്മുടെ പൊന്നിയരി തന്നെ ഇടണേ. ഒരു 1/4 ഗ്ലാസ് കുക്ക് ചെയ്ത ചോറ്. അരി ആട്ടുമ്പോൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ അത് നന്നായിട്ട് അരയില്ല. അപ്പോൾ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളം ഒട്ടും വീഴണ്ട. സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അരി നന്നായിട്ട് അരയില്ല. നമ്മുടെ അരി ഏകദേശം ആവാറായിട്ടുണ്ട്, നോക്കാം, ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണതേ, ഇവിടുത്തെ ദോശ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതെനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി. ഇത് കണ്ട ചെറിയൊരു ഇങ്ങനെ ബാറ്റർ, നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ബാറ്റർ പോലെ ഇത്തിരി ഇങ്ങനെ പൊന്തിയിരിക്കും, ആൻഡ് ചെറുതായിട്ട് തരിതരിയുണ്ട്. ഇത് കണ്ടോ, അതാണ് ഗീ റോസ്റ്റിന് ഏറ്റവും നല്ലത്. തട്ടുദോശയ്ക്ക് വേറൊരു ഇതുണ്ട്, പക്ഷേ ഗീ റോസ്റ്റിന് ഈ ഒരു ടൈപ്പാണ് ഏറ്റവും ബെസ്റ്റ്. കണ്ട ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്ന പോലെ. ഇപ്പോൾ ഈ മാവിനി ഉഴുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. കണ്ടോ, ഉഴുന്നിൻ്റെ കൂടെ അരി അരച്ചത് മിക്സ് ചെയ്യുക. പിന്നെ ഗീ റോസ്റ്റിൻ്റെ അല്ലെങ്കിലും ഏത് ദോശയുടെ ആണെങ്കിലും മെയിൻ ഇത് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, ഉഴുന്നും ദോശമാവും കൂടി. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഉപ്പിട്ടിട്ട്, ഉപ്പ് ഞാനിപ്പോൾ പാകത്തിനുള്ള ഇടണുള്ളത് ഒരു 2 ടീസ്പൂണൊക്കെ, 2.5 ടീസ്പൂണൊക്കെ.
എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഒരേ സൈഡിലോട്ടും 2 സൈഡിലോട്ടുമായിട്ട് മിക്സ് ചെയ്യാം. അടിയിൽ നിന്നും എടുത്ത് ഇതിപ്പോൾ ഞാൻ പറയണത് ആദ്യമായിട്ട് ഈ ദോശ ബാറ്ററൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ക്ലിയർ ആവാനായിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണേ. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് മിക്സിങ്. ഒരു 5 മിനിറ്റെങ്കിലും ഈ മമ്മിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ. ഇന്നത്തെ ദിവസം ജിമ്മിൽ പോകണ്ടട്ടാ, ഈ മിക്സ് ചെയ്യാൻ മതി, നല്ല മസിൽ വരും ആംസിൽ. ഞാൻ എപ്പോഴും ഈ സ്റ്റീലിൻ്റെ കലത്തിൽ വേണം നമ്മൾ ഈ ദോശ ബാറ്ററൊക്കെ ഇടാനായിട്ട്. ഒരിക്കലും അലുമിനിയത്തിൽ ഇട്ട് വെക്കല്ലേ. അത് ആക്ച്വലി ഞാൻ നേരത്തെ അലുമിനിയത്തിലാണ് ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. ബട്ട് എനിക്ക് കമൻസിൽ നിന്ന് തന്നെ മനസ്സിലായതാണ്. ആരോ എനിക്ക് കമൻ്റായിട്ട് ആരോ എന്നെ മെസ്സേജ് ചെയ്തായിരുന്നു. ഇനി മൂടി ഒരു 6 മണിക്കൂർ ഇങ്ങനെ പുറത്തിരിക്കട്ടെ, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചില്ലല്ലോ ദോശ ബാറ്ററിൻ്റെ. ഇതാണ് കൺസിസ്റ്റൻസി. ഇഡലിയുടെ അല്ല, ലൂസായിട്ടുള്ള ബാറ്ററും അല്ല, രണ്ടിൻ്റെ മിഡിലായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഈ ഗീ റോസ്റ്റിന് നല്ലത്. എന്നിട്ട് വേണമെങ്കിൽ രാവിലെ വെള്ളം ഒഴിക്കാം. മൂടി ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ദോശമാവ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ദോശയുടെ കൂടെ ഹോം മെയ്ഡ് ബട്ടറാണ് ഉണ്ടാക്കാൻ പോണേ. ആൻഡ് മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചിക്കനും പ്രോൺസും 3 ടൈപ്പ് ചമ്മന്തിയും. ഞാൻ ഇന്നലെ തൈര് ഒരു 5 ലിറ്റർ നല്ല കട്ടിയുള്ള തൈര്, പാൽ ഇത്തിരി വറ്റിച്ചിട്ട് വേണം തൈര് ഉണ്ടാക്കാനായിട്ട്. ആ തൈര് ഇങ്ങനെ കലത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ തൈരൊക്കെ കടഞ്ഞിട്ട് ബട്ടർ എടുക്കുന്ന സാധനം. ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ബട്ടർ വരും എന്നാണ് മമ്മി പറഞ്ഞത്. മമ്മി സ്ഥിരം ഉണ്ടാക്കായിരുന്നു, എന്നിട്ടാണ് ഗീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഞാൻ ബട്ടർ ഉണ്ടാക്കിയിട്ട് ദോശയുടെ കൂടെ സെർവ് ചെയ്യാൻ പോവാം. ഇതിങ്ങനെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത വെള്ളം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ബട്ടർ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. കുറച്ച് നേരം ചെയ്യേണ്ടി വരും കേട്ടോ. ഇല്ല, തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് കണ്ട, ഇപ്പം തന്നെ ആവാൻ തുടങ്ങി. ഇനി വീഡിയോ ഓഫ് ചെയ്യട്ടെ, ഞങ്ങൾ ഇനി കുറച്ച് നേരം ഇങ്ങനെ ചെയ്യട്ടെ കേട്ടോ. വിചാരിച്ച പോലെ അത്ര സിമ്പിളല്ല കേട്ടോ. അതെ, ഇതെനിക്കൊന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയി നിന്ന്. ഇത്രയും എടുക്കാണ്ടിരുന്നാൽ മതി. ഇതിപ്പോൾ 5 ലിറ്റർ പാലല്ലേ, അതിൻ്റെ തൈരല്ലേ, വല്ല 2 ലിറ്ററിലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമുക്കതേ പറ്റൂ. സംഭവം വേറെ ലെവലാണ്. കൈ വേന എടുക്കണം. എത്ര നേരം എടുക്കും ഇത്? ഇത് എത്ര സമയം എടുക്കും? 3-4 മണി. അത് ശരി. അപ്പം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മി പറഞ്ഞ അപ്പം തന്നെ വരുന്നാണല്ലോ. കൈ എടുക്കണില്ല, പക്ഷെ കൈ വേന എടുക്കണം. സമ്മതിച്ചു കൊടുത്തിട്ടാ പഴയ ആൾക്കാരെ. പക്ഷേ ഇതിപ്പോൾ പശുവിൻ്റെ പാലുകൊണ്ടുള്ള തൈരാ. ബട്ട് ബഫലോയുടെ പാലുകൊണ്ടാണെങ്കിൽ ശരിക്കും നല്ല പ്യുവർ വൈറ്റ് വെണ്ണ കിട്ടുമെന്ന് പറയണേ. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കൂടെ സെർവ് ചെയ്യണ വെണ്ണയില്ലേ, അത് ഞാൻ ഈ അടുത്ത് റീലിൽ കണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നി. പക്ഷേ ഇത് ഈ അടുത്തൊന്നും ഉണ്ടാവണില്ല കേട്ടോ. ഇവിടെയുള്ള എന്നെ ഹെൽപ്പ് ചെയ്യണ എല്ലാവരും ഇവിടെ ചുറ്റിനും നിൽക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കണേക്കാളും മുമ്പ് ഇങ്ങനെ ചെയ്യണമായിരുന്നെന്ന്, എന്നാലാണ് ഈസി ആയിട്ട് വെണ്ണ വരുള്ളൂ എന്ന്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ശരിക്കും തെളിഞ്ഞു വരും അല്ലേ. ഇത് ഞങ്ങൾ കുറച്ചൊന്നെടുത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നോക്കാൻ പോവുക. അങ്ങനെയാണെങ്കിലും ഇവിടെ വരുന്നതാണ് ഇവിടെ ആൾ പറഞ്ഞത്. ചെയ്ത് നോക്കട്ടെ. ഞാൻ സംഭവം ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യണ ആളെ ഏൽപ്പിച്ചിട്ടാ. അവരുടെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇത് എന്താണെന്നറിയാം, പത ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പത വരാൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെണ്ണ, അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന വെണ്ണയില്ലേ, പത വന്ന് കഴിയുമ്പോഴാണ് ഈ നമ്മൾ ഉദ്ദേശിച്ച വെണ്ണ വരാൻ തുടങ്ങണേന്നാണ് പറയണത്. ഇപ്പോൾ ഈ പത വരാൻ തുടങ്ങി. കാണാമോ? ഈ കലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. കാണാമോ വീഡിയോയിൽ? ഓക്കെ. അതെ, നമുക്ക് മാറി മാറി ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇയാൾ ചെയ്താൽ മതി, ബാക്കി നമുക്ക് എല്ലാവർക്കും മാറി മാറി ചെയ്യാം. കാരണം നമ്മുടെ മാംഗ്ലൂരിയൻ സ്റ്റൈൽ പ്രോൺസും ചിക്കനും ആണല്ലോ ഈ ദോശയുടെ കൂടെ സെർവ് ചെയ്യണേ. അത് ചിലപ്പോൾ ചീഞ്ഞു പോകും, അതാ. അപ്പോൾ മാംഗ്ലൂരിയൻ സ്റ്റൈൽ ഗീ പ്രോൺ റോസ്റ്റ്, മാംഗ്ലൂരിയൻ സ്റ്റൈൽ ഗീ ചിക്കൻ റോസ്റ്റ്, ബോൺലെസ് ചിക്കൻ റോസ്റ്റ്, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഈ 1/2 kg പ്രോൺസിലോട്ടും ചിക്കനിലോട്ടും ഞാൻ മഞ്ഞപ്പൊടി, ഉപ്പ്, ലൈം ജ്യൂസ് അത് മാരിനേറ്റ് ചെയ്ത് വെക്കണ്ടേ. ഇതേ ഉപ്പ്, അതൊരു പിഞ്ച് മതിയേ. ചിക്കനിലോട്ട് ഉപ്പിട്ടു. ആൻഡ് മഞ്ഞപ്പൊടിയും ഒരു 2 പിഞ്ച് രണ്ടിലും. ആൻഡ് ലൈം ജ്യൂസ് അതൊരു 1/2 ടീസ്പൂൺ മതി. കാരണം പുളി വരും, പിന്നെ നമുക്ക് പുളിയൊക്കെ ആഡ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് അത്ര ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കട്ടെ. ചിക്കനും ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ്സ് ഇങ്ങനെ വെക്കാം. ഇനി ഇയാൾ മാറിക്കോ, ഞാൻ ചെയ്യാം കുറച്ച് നേരം. ഇത് ആക്ച്വലി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറേ സമയം എടുക്കുന്ന പരിപാടിയാണ്. എല്ലാവരുടെയും കൈ ഒരു പരിവായിട്ടുണ്ട്. അത് ഇത്രയും ലിറ്റർ പാലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഏകദേശമൊക്കെ ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ പ്രോൺ ഗീ റോസ്റ്റിനുള്ള രണ്ടിനുള്ള മസാല ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സെയിം മസാല തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ചിക്കനാണെങ്കിലും പ്രോൺസിനാണെങ്കിലും സെയിം തന്നെ യൂസ് ചെയ്യേണ്ടത്. ഒറ്റ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ മാംഗ്ലൂരിയൻ സ്റ്റൈൽ പ്രോൺ റോസ്റ്റിനാണെങ്കിലും ചിക്കൻ റോസ്റ്റിനാണെങ്കിലും ബ്യാഡ്ഗി ചില്ലി എന്ന് പറഞ്ഞൊരു ചില്ലി വേണം. ഡ്രൈഡ് ചില്ലി പോലെയൊക്കെ ഇരിക്കും. അതില്ലാത്ത കാരണം ഞാൻ കാശ്മീരി മുളക് തന്നെ യൂസ് ചെയ്യണേ. അതെന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ കാശ്മീരി മുളക് ഇട്ട് ട്രൈ ചെയ്താൽ മതി. ഇനി നമ്മുടെ മാംഗ്ലൂരിയൻ സ്റ്റൈൽ ഗീ പ്രോൺ റോസ്റ്റിന് ഞാനൊരു 1/2 kg കണക്കാണ് പറയാൻ വേണം കേട്ടോ. രണ്ടും ചിക്കനാണെങ്കിലും പ്രോൺസിനാണെങ്കിലും ഈ സെയിം മെഷർമെൻറ്റ് എടുത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം, ഫെനൽ സീഡ്, പിന്നെ നമ്മുടെ ബ്യാഡ്ഗി ചില്ലി എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഞാൻ കാശ്മീരി മുളക് എടുത്തു, അതൊരു 5 എണ്ണം. പിന്നെ കുരുമുളക്, ഫ്രഷ് ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള കുരുമുളക് വേണ്ടേ. ഇതിപ്പോൾ അതില്ലാത്ത കാരണം ഞാനിപ്പോൾ പൊടിച്ചത് തന്നെ, ഫ്രഷായിട്ട് പൊടിച്ചത് തന്നെ, പക്ഷേ ഫുള്ളായിട്ടുള്ള ഇല്ല. അതൊരു 1/4 ടീസ്പൂൺ. ഇത്ര ഇട്ടൊന്ന് പതിയെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ആൻഡ് ഉലുവ ഇത് കണ്ടോ 1/4 ടീസ്പൂൺ തന്നെ, അത്ര ഇട്ട് പതിയെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞു വരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് സ്പൈസസ് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് വേണം അടുത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ട് വരട്ടെ. ഇനി ഈ പൊടിച്ച മസാലയിലോട്ട് വെളുത്തുള്ളി ഒരു 5 എണ്ണം, ചെറിയൊരു നമ്മുടെ ഫിംഗറിൻ്റെ പകുതിയായിട്ട് ഇഞ്ചി, പിന്നെ കാശ്മീരി മുളക് പൊടി, അതൊരു നല്ല കളറാണ്, അതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 1/2 kg പ്രോൺസിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത് കേട്ടോ. ഇനി മെയിനായിട്ട് ശർക്കരയും ആഡ് ചെയ്യുന്നുണ്ട് അവർ. മറ്റേ പുളി ഉണ്ടല്ലോ, ടാമറിൻഡ്, നമ്മുടെ കുടംപുളി അല്ലല്ലോ, മറ്റേനെന്താ പറയുന്നത്, വാളംപുളിയുടെ വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ശർക്കര ഞാനിവിടെ ശർക്കര നീരാക്കിയത് ആഡ് ചെയ്യണേ, അതൊരു 1 ടീസ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വാളംപുളിയുടെ വെള്ളം, പുളി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളവും 1 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ പ്രോൺസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇതുപോലെ തന്നെ കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പ്രോൺസിൻ്റെ കാണിക്കണേ. അപ്പോൾ കടായിലോട്ട് ഗീ ആഡ് ചെയ്യുക. ഇത് ഗീ റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ ഓയിലൊന്നും ആഡ് ചെയ്യണില്ല, ഗീ തന്നെ യൂസ് ചെയ്യണേ. എന്നിട്ട് സവാള മീഡിയം സൈസ് ഉള്ളത് പൊടി പോലെ അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ ആവട്ടെ. അപ്പോഴേക്കും ഇപ്പോഴത്തെ വേറൊരു ചട്ടിയിൽ വേറൊരു പാനിൽ സെയിം തന്നെ ഗീ ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ചിക്കനാണ് ഈ ഒരു രീതിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഗീ ആഡ് ചെയ്തിട്ട് ചിക്കൻ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ പ്രോൺസ് ആഡ് ചെയ്യണേ. ആൻഡ് 2 മിനിറ്റ്സ് മതി പ്രോൺസ് ഒന്ന് കുക്കാവാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ അതും 2 മിനിറ്റ്സ് തന്നെ മതി കുക്കാവാനായിട്ട്. അപ്പോൾ ചിക്കൻ ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും ഇതുപോലെ ഗീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ദേ കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്, ബിക്കോസ് ഇത് നെയ്യിൻ്റെ ടേസ്റ്റ് ഉള്ളത് നല്ലതാണ്. ആൻഡ് 2 മിനിറ്റ്സിൽ കൂടുതൽ പ്രോൺസ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യരുത്. ഈവൻ ബോൺലെസ് ചിക്കൻ തൈ പീസ് ആണെങ്കിലും ബ്രസ്റ്റ് പീസ് ആണെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അതും 2 മിനിറ്റ്സിൽ കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ സവാള വഴറ്റിയില്ലേ, അതിലോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി പേസ്റ്റ് ചെയ്ത് കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടി അരച്ചത്, അല്ലെങ്കിൽ ഇത് നല്ല അരയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഈ അരപ്പ് മൊരിയട്ടെ. കുറച്ചുകൂടി ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് അരപ്പ് നന്നായിട്ട് മൊരിയട്ടെ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ പ്രോൺസ് ഇങ്ങനെ സോട്ട് ചെയ്തില്ലേ ഗീയിൽ, അത് ആഡ് ചെയ്യുക. ഇനി പ്രോൺസിൻ്റെ വെള്ളവും ഈ മസാലയും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആവണം, അതാണ് മെയിൻ തിങ്. മസാലയുടെ പച്ചക്കുത്ത് മാറിയിട്ട് വേണം കേട്ടോ പ്രോൺസ് ആഡ് ചെയ്യാനായിട്ട്. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇതാവട്ടെ, എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് കുറച്ചുകൂടി പുളിയുള്ള ഇഷ്ടമാണ്. അപ്പോൾ പുളിയൊക്കെ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ വാളംപുളിയുടെ വെള്ളമില്ലേ, അത് കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി. ആൻഡ് മധുരവും അതുപോലെ തന്നെ. മധുരം കൂടുതൽ നിൽക്കണ്ട കേട്ടോ, പുളിയും മധുരവും കൂടി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത ടേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും കൂടി ശർക്കരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ഈ സമയത്തൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എഗെയിൻ നന്നായിട്ട് വഴറ്റിയാൽ മതി. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ ആ മസാലയൊക്കെ എടുത്തില്ലേ, പച്ചമല്ലി, പെരുംജീരകം, ചെറിയ ജീരകം, ഉലുവയൊക്കെ, അതൊന്നും ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല. ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നോർത്ത് ഇന്ത്യൻ വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ക്വാണ്ടിറ്റി അത്രയും തന്നെ എടുത്താൽ മതിയേ.
ബിക്കോസ് ഇതിന് നല്ല റെഡ് കളറിൽ കാശ്മീരി മുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നിൽക്കണതാണ് ടേസ്റ്റ്. ഈവൻ മധുരവും പുളിയൊക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അല്ലാതെ നമ്മുടെ ജീരകത്തിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല മുന്നിട്ട് നിൽക്കണ്ടേ. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി. കറി ലീവ്സും കൂടി ആഡ് ചെയ്താൽ മതി. ഇനി ഒന്ന് തിളക്കട്ടെ. ലാസ്റ്റ് കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്യാം. ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെണ്ണയുടെ അവസ്ഥ എന്തായെന്ന് നോക്കട്ടെ. എനിക്ക് തോന്നണില്ല കേട്ടോ ഇന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ. ഓക്കെ, എൻ്റെ വെണ്ണയുടെ അവസ്ഥ എന്തായി നോക്കട്ടെ. അതെ, ഇനി വേണ്ട, മതി, നമുക്ക് മതിയാക്കാം. അതെ, ഇനി മതി കേട്ടാ. കൈ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഞാനും 5 ലിറ്റർ തൈര് ആണ് ഇങ്ങനെ ഫ്ലോപ്പായിട്ടിരിക്കണേ. ഒന്നും കൂടി ലാസ്റ്റ് ട്രയൽ എൻ്റെ വക. അതെ, ഇന്ന് വരുമോ ഇത് റെഡി ആവുമോ? എന്നോട് റെഡി ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യും. റെഡി ആവില്ല അല്ലേ? റെഡി ആവണില്ല. എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ പാല് കാച്ചിട്ട് അതിൻ്റെ പാട ഒരു പ്രാവശ്യം മാറ്റിയായിരുന്നു. ഇനി കുപ്പിയിലെ പാലുണ്ടല്ലോ, ഇവർ പറയണത് റിയൽ പശുവിൻ്റെ പാലാണ് വേണ്ടതെന്ന്, പാക്കറ്റ് പാല് പറ്റില്ലെന്ന്. അതുകൊണ്ടാണെന്നും എനിക്കറിയില്ല. മമ്മീനെ ഇപ്പോൾ വിളിക്കാനും പറ്റണില്ല, മമ്മി ഫോൺ എടുക്കണില്ല. ബട്ട് ഇതിവിടെ പത വന്നിട്ടുണ്ടല്ലോ, മഞ്ഞ കളർ വരണില്ല അല്ലേ? ഇല്ല, ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ് എന്തായാലും ചെയ്ത് നോക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് വിടാം. ഇത് ലസ്സിയാക്കാം. ലസ്സിന്ന് ഇഷ്ടമല്ലേ? അത് കലക്കും. പിന്നെ ആൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കൈമാറി ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഇതൊന്നും എനിക്കറിയാത്ത പരിപാടിയായിരുന്നേ. മമ്മി ഇത്ര ഈസി ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്യാന്ന് ഓർത്തുള്ളൂ. പിന്നെ ഞാൻ അവിടെ കൊടേരയിൽ എപ്പോഴും കണ്ടിട്ടുമുണ്ട് മമ്മി ഇങ്ങനെ ബോൾ പോലെ ഉണ്ടാക്കി ഇങ്ങനെ വെള്ളത്തിലിടണതൊക്കെ. ആ സീൻസ് എല്ലാം ചെറിയ ഓർമ്മയുണ്ട്. പക്ഷേ ഇതെന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. സാഫ്രൻ ഉണ്ടോ? നമുക്ക് സാഫ്രനൊക്കെ ഇട്ടിട്ട് നല്ല പഞ്ചസാരയൊക്കെ ഇട്ടടിക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ലസ്സിയാക്കാൻ പോവാ. ഐസ് ഇട്ടു, കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചു, ആൻഡ് പഞ്ചസാര ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാ. ഇതിനി കുടിച്ചിട്ട് നമുക്ക് ബാക്കി ദോശ കഴിക്കാം കേട്ടോ, അതാണ് നല്ലത്. പൊളി. ഇതിപ്പോൾ എല്ലാവരും ടയർഡായതുകൊണ്ടേ ഞാൻ ഇപ്പം തന്നെ സെർവ് ചെയ്യട്ടെ. ലസ്സി എല്ലാവരും വലിയ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടോ? കാരണം 5 ലിറ്റർ ഉണ്ടല്ലോ. ഇന്ന് ലസ്സിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണം. പ്രോൺ ദോശ ആൻഡ് ലസ്സി. ചേച്ചി ആളോടും മറ്റേ തൈരിങ്ങനെ കടഞ്ഞ ആളോടും ആൾക്കൊരു വലിയ ഗ്ലാസ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നാളെ വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയതിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് ട്രൈ ചെയ്യുമായിരുന്നു. എന്നായാലും ഞാനിത് ട്രൈ ചെയ്തേനെ. അപ്പോഴും ഇത് തന്നെ പറ്റിയേനെ. ഇവർ പറയണേ റിയൽ പശു അല്ല, നമ്മുടെ പശുവിൻ്റെ പാൽ തന്നെ യൂസ് ചെയ്യണമെന്ന്, പാക്കറ്റ് പാൽ യൂസ് ചെയ്യരുതെന്നാണ് ഇവർ പറയണേ. അതായിരിക്കുള്ളൂ. മമ്മീനെയും വിളിച്ചു, മമ്മിയും പറഞ്ഞു അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഇതേ അപ്പോൾ ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ചിക്കനും ചെയ്തു. ബോൺലെസ് ചിക്കൻ തൈസ് ആയാലും എടുക്കാം, ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മെഷർമെൻറ്റ് ഈ സെയിം തന്നെ മതി. ഇനി ദോശയുടെ കൂടെ സെർവ് ചെയ്യാം. ദോശ എന്ന് പറഞ്ഞാൽ ഞാൻ അവക്കാഡോ ദോശയുടെ കൂടെ സെർവ് ചെയ്യാൻ പോണേ. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇതല്ലേ വെക്കാറ്, ഈ പ്രാവശ്യം അവക്കാഡോ ദോശ ഞാൻ ആ മറ്റേ മുംബൈ ട്രിപ്പിൽ ട്രൈ ചെയ്താൽ അത് നല്ലതായിരുന്നു. പക്ഷേ അവർ മറ്റേ ഉണ്ടാക്കിയ വെണ്ണയില്ലേ, നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ, അത് വെച്ചിട്ടാണ് അവർ ദോശയിൽ സെർവ് ചെയ്തത്. അതാണിപ്പോൾ വെണ്ണ ഉണ്ടാക്കാൻ മെയിൻ കാരണം. വെണ്ണയല്ല, ബട്ടർ ഉണ്ടാക്കാൻ മെയിൻ കാരണം. പക്ഷേ ചെറുതായിട്ട് പാളിപ്പോയി. ഇത് നമ്മൾ ഇന്നലെ കലക്കി വെച്ചില്ലേ ദോശമാവ്, ഈ ദോശമാവിൻ്റെ മെഷർമെൻറ്റ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ബിക്കോസ് എനിക്കിത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഈ ഒരു ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ. കുറച്ച് വെള്ളം ഒഴിക്കണം ദോശ ആക്കാൻ നേരത്ത്. ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇട്ടാണ് വെച്ചിരുന്നത്. ഇനി എപ്പോഴും ദോശയ്ക്ക് നല്ലത് കാസ്റ്റ് ചെയ്യേണ്ട പാത്രം. കാസ്റ്റ് ചെയ്യലിൽ ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇനി അഥവാ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു തരിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം, അത് ഏത് കമ്പനിയാണെന്നൊന്നും അറിയില്ല, അങ്ങനെ നോക്കി വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ടെക്സ്ചർ അല്ല ദോശയ്ക്ക് ഉണ്ടാക്കാൻ നല്ലത്, ഗീ റോസ്റ്റിന്. ഇത് നമ്മുടെ നല്ലെണ്ണ ആൻഡ് പാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വേണം ദോശമാവ് ആഡ് ചെയ്യാൻ. ഇത് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാവാനായിട്ടോ ഞാൻ ഇതൊക്കെ പറയണേ. കല്ല് ചൂടായില്ലെങ്കിൽ ദോശ ശരിയാവേ ഇല്ല. നമ്മൾ എന്നാൽ ഓവർ ചൂടായാൽ ഇതുപോലെ പരത്താനും പറ്റില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയണ പോലെ സെക്കൻഡ് ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കല്ലിൻ്റെ ചൂട് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്.
ഇനി കട്ടിയുള്ള ഗീ റോസ്റ്റാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ നടുക്കത്തെ മാറ്റണമെന്നില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര തിന്നായിട്ട് ഓവർ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഈ നടുക്കത്തെ ഈ ദോശയുടെ ബാറ്റർ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ, ചെറുതായിട്ട് കേട്ടോ ഇങ്ങനെ മാറ്റാൻ പറ്റണം, ചെറുതായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ മാറ്റിക്കളയാം. അപ്പോൾ ഇങ്ങനെ നടുക്കിങ്ങനെ കട്ടിയായിട്ടിരിക്കില്ല, അതുപോലെ ഇരിക്കില്ല. അത് ഓരോരുത്തരുടെ പ്രിഫറൻസിന് പോലെയാണ്. ഇനി ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം, നല്ലെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഈവൻ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗീ ആഡ് ചെയ്തേക്കണേ. നല്ലെണ്ണയാണ് എനിക്കിഷ്ടം ആക്ച്വലി. ഇനി നമ്മുടെ അവക്കാഡോ ദോശയുടെയൊക്കെ ഇത് വെക്കണ പോലെയേ ഉള്ളൂ. അല്ല സോറി, മസാലകളൊക്കെ ഫില്ല് ചെയ്യാറില്ലേ നമ്മൾ, അതുപോലെ. ബട്ട് വെണ്ണയും കൂടി വേണമായിരുന്നു. ഇത് ഹോം മെയ്ഡ് ബട്ടർ ഫ്ലോപ്പായ സാധനം. ഉപ്പും ഇടണം, ഇത്തിരി പെപ്പറും ഇടണേ. ഈ അവക്കാഡോയിൽ കുറച്ച് ഉപ്പ് ഇട്ടാക്കട്ടെ. ആൻഡ് 3 ടൈപ്പ് ചമ്മന്തി ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബദാം ചട്നി, ടൊമാറ്റോ ചട്നി ആൻഡ് നമ്മുടെ തേങ്ങാ ചട്നി. ഇത് കണ്ടോ ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും ഈ ദോശമാവിൻ്റെ ഇത്. ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ പ്രോൺ ഗീ റോസ്റ്റ് ഓർ ചിക്കൻ ഗീ റോസ്റ്റ് അതിൻ്റെ കൂടെ ട്രൈ ചെയ്യാം, മാംഗ്ലൂരിയൻ സ്റ്റൈൽ. ഇത് ചിക്കൻ ഗീ റോസ്റ്റ്. ഇതും പൊളിയാ, പൊറോട്ടയുടെ കൂടെയും നല്ലതാ, എല്ലാ ചപ്പാത്തിയുടെ കൂടെ നല്ലതാ, ദോശയുടെ കൂടെ പൊളിയാ. ഇനി പ്രോൺസ്, നമ്മുടെ പ്രോൺ ഗീ റോസ്റ്റ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗീ റൈസിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്, ദോശയുടെ കൂടെയും. ആദ്യം ഞാൻ പ്രോൺ ഗീ റോസ്റ്റ് ട്രൈ ചെയ്യട്ടെ വിത്ത് അവക്കാഡോ ദോശ. ഇതിപ്പോൾ ഇതിന് ചമ്മന്തി ഒന്നും വേണമെന്നില്ല ആക്ച്വലി. ഇത് ബദാം ചട്നി പൊളിയാണ് കേട്ടോ. ആൻഡ് വിത്ത് ടൊമാറ്റോ ചട്നി ആൻഡ് പ്രോൺ ഗീ റോസ്റ്റ്. രക്ഷയില്ല കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിരിക്കണം. ദോശ പിന്നെ സൗകര്യം പോലെ ട്രൈ ചെയ്താൽ മതി, ദോശമാവ്. ബട്ട് ഇത് രണ്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രൈ ചെയ്യണേ. ചിക്കൻ ഓർ പനീർ, ചിക്കൻ ഓർ പ്രോൺസ്, അല്ലെങ്കിൽ പനീറിൽ വേണമെങ്കിലും ഈ സെയിം രീതിയിൽ ട്രൈ ചെയ്താൽ മതി. അവക്കാഡോ ദോശ എനിക്കൊന്ന് നമ്മൾ മസാലയായിട്ട് യൂസ്ഡ് ആയത് കാരണം ശരിക്കും പറഞ്ഞാൽ ആ ബട്ടർ വേണമായിരുന്നു. മുംബൈയിൽ കണ്ടില്ലേ നമ്മൾ വീഡിയോയിൽ, ശില്പ ഷെട്ടിയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച അതുള്ളപ്പോഴാണ് അവക്കാഡോ ദോശയ്ക്ക് ഇത്തിരി കൂടി ടേസ്റ്റ്. നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ മസാല ദോശയുടെ മസാല തന്നെയാണ് എനിക്കിഷ്ടമായത്. ഇത് ചിക്കൻ ഗീ റോസ്റ്റ് രണ്ടും പൊളിയാണ്. പൊറോട്ടയുടെ കൂടെ ദോശ മാത്രമല്ല കേട്ടോ, എനിക്കൊന്നും ഒരുമാതിരി എല്ലാത്തിൻ്റെയും കൂടെ പിച്ച് തരും. കാരണം പുളി, മധുരം എല്ലാം കൂടി മിക്സ് ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റാണ്. ഗ്രേവി പൊളിയാണ്. അപ്പോൾ അടുത്ത് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.